ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി പ്രഷർ കുക്കർ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാണെന്നുള്ളൂ, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരന് വയറ്റിൽ അന്നനാളം ചുരുങ്ങുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നല്ല പൈസ വേണ്ടി വരും. അപ്പോൾ ആ പൈസ ആദ്യം നമ്മൾ കുറേ പേരെല്ലാം കൂടെ ഷെയർ ഇട്ട് കുറേ പൈസ റെഡിയാക്കി ശേഷം ആൾക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം നമുക്ക് ആ കൂട്ടുകാരനെ കൊടുക്കണമെന്നും സഹായിക്കണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്നു. ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് റൈസ് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് കഴുകിയെടുക്കുക. ഇതുപോലെ കഴുകിയ ശേഷം ബിരിയാണി കട്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി വാരി വിതറുക. മുളക് പൊടി ഇട്ട ശേഷം അതിലേക്ക് മല്ലിപ്പൊടി വാരി വിതറുക. മല്ലിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി വാരി വിതറുക. കണ്ടോ, ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട ശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയും കൂടെ ഇട്ട ശേഷം ഉപ്പ് വാരി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കേണ്ട ചങ്ങാതിമാർ. കേട്ടോ, ഇത്ര സാധനം ഇട്ട ശേഷം നമ്മൾ ലെമൺ ജ്യൂസ് ഒന്നും ഒഴിക്കില്ല. അതിന് പകരം ഒരു 2 ലാഡിൽ തൈരാണ് ഒഴിക്കുന്നത്. ഇച്ചിരി പുളിയുള്ള തൈര് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവെന്നെല്ലാം ഞാൻ ആ ലാഡിൽ കണക്കാട്ടോ. ഒരു ലാഡിൽ എടുത്തിരിക്കുന്ന അളവാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നതെല്ലാം. 2 കിലോ റൈസിന് വേണ്ടിയുള്ള ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അതിനുള്ള അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതായത് 24-28 പീസ് മതിയാവും. എന്നിട്ട് ചിക്കനിലേക്ക് ഇതുപോലെ മസാല അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാമെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നല്ല സ്റ്റൈല ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം മാറ്റി വെക്കുക ഒരു അരമണിക്കൂർ. ആ സമയത്തേക്ക് നമ്മുടെ സ്റ്റൈല കലാപരിപാടിയായി തീ പിടിപ്പിക്കൽ. ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. ശേഷം പ്രഷർ കുക്കർ ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ ശേഷം അതിലേക്ക് നെയ്യ് നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സാധാ എണ്ണ ആയാലും കുഴപ്പമില്ല. ഒന്ന് നോക്കണം, കണ്ണടച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ലെവലായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഓൾ ഗരം മസാല, സിനമൺ, കാടമൺ, ക്ലൗസ്, ബേലീസ് ഈ വക സാധനങ്ങളെല്ലാം കൂടെ മറിക്കുക. മറിച്ച ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കേട്ടോ, ശേഷം നീളത്തിലരിഞ്ഞ സവോള എടുത്തിട്ട് അങ്ങ് മറിക്കുക. കേട്ടോ, ഒരു 1/2 കിലോ സവോളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 കിലോ സവോള എടുത്ത് ഇതുപോലെ നീളത്തിലരിഞ്ഞ ശേഷം അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഒന്ന് പെട്ടെന്ന് ലെവലായി കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് ഉപ്പും കൂടെ ഇതുപോലെ എടുത്ത് വാരി വിതറുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഒരു നല്ല കളറാവണം കേട്ടോ, ഒരു ഗോൾഡൻ കളറാകുന്നവരെ റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, കൂട്ടുകാർക്ക് അങ്ങ് വാരി പൊളിച്ചടുക്കുക. എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ സ്നേഹമല്ല ഇതെല്ലാം, ഒന്നും നോക്കണ്ട. അപ്പം ഇതുപോലെ നല്ല കട്ടയ്ക്ക് ഇവനെ അങ്ങ് റോസ്റ്റാക്കി എടുക്കുക. കേട്ടോ, ഈ ഒരു കളറും രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്ക് നേരെ അതിലേക്ക് തക്കാളി, നല്ല കളറുള്ള തക്കാളി നീളത്തിലരിഞ്ഞ ശേഷം അവനെ എടുത്തൊരു മറിക്കുക. ശേഷം ചതച്ച വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി, ചതച്ച പച്ചമുളക്, ഇത്ര സാധനം അതിലേക്ക് ഇട്ട് ഇതുപോലെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കേട്ടോ, ഇവൻ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നതായിട്ട്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, സംഭവം വേറെ ലെവലാണ്. എന്നിട്ട് അതിലേക്ക് മിൻറ്റ്, കൊറിയാണ്ടർ ഇതെല്ലാം ചെറുതായി അരിഞ്ഞ ശേഷം അവനെ ഇട്ട് ഇത് മൊത്തത്തിലങ്ങ് കലക്കുക. എന്നിട്ട് ഇവനെ അങ്ങ് കലക്കി കൂട്ടി ഈ രൂപത്തിലൊക്കെ ആക്കിയ ശേഷം അതിലേക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറി ഇതുപോലെ മറിച്ച ശേഷം അവനെ ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേട്ടോ, തീ ചെറിയ ചൂടി വെക്കണം കേട്ടോ, വലിയ തീ വെക്കല്, ചെറിയ ചൂടിൽ തീ വെച്ച ശേഷം അവനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ 2 കിലോ റൈസിന് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് 1 കപ്പിന് 1 കപ്പ് വെള്ളം എന്നാണ് അളവ് പ്രഷർ കുക്കറിലാകുമ്പോഴേക്ക്. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. കാരണം ഓവറായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ എല്ലാം കൂടെ ഉടഞ്ഞ ഒരു പരുവായി പോകും. അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. എന്നതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്തൊരു അങ്ങ് മറിക്കുക. താഴെ നിന്ന് പോകാതെ ശ്രദ്ധിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെയും ഒന്ന് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. കാരണം മൊത്തം കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒരു രൂപമാക്കല. കാരണം ചിക്കൻ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ചിക്കൻ താഴെ കിടക്കുന്ന രീതിയിൽ, റൈസ് മുകളിൽ കിടക്കുന്ന രീതിയിലും വെള്ളമൊക്കെ ഇങ്ങനെ ഈ കവറിങ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വെക്കാം. മൂടി വെച്ച ശേഷം ഇതിലേക്ക് വെയിറ്റും വെക്കാം. ഇത് ഒരു വിസിലടിച്ചാൽ മതിയാവും കേട്ടോ, മാക്സിമം ഒരു വിസിൽ മതിയാവും. അതിന് ശേഷം ഇവനൊന്ന് അടിച്ച ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവി പോകുന്നവരെ വെക്കുക. ആവി പോയ ശേഷം പയ്യെ സ്ലോ മോഷനിൽ വേണം അവൻ്റെ വെയിറ്റ് അങ്ങ് ഊരാൻ വേണ്ടി. അത് ഊരി മാറ്റിയ ശേഷം പയ്യെ ശ്രദ്ധിച്ച് അടപ്പ് ഊരുക. അടപ്പ് ഊരുമ്പോൾ എൻ്റെ ചങ്ങാതി ബിരിയാണി മണം അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ മൊത്തം വീട്ടിൽ വരാൻ നോക്കണം കേട്ടോ.
നല്ല കിടുക്കൻ ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് പ്രഷർ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ സംഭവം പൊളിയാട്ടോ. ഹോട്ടലുകളിൽ സാധാരണ ഉണ്ടാക്കാറില്ല, പക്ഷേ കിടിലെന്ന് പറഞ്ഞാൽ കിടില സാധനം. വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കോച്ച് ബിരിയാണിയാണ്. ഒരു രക്ഷയില്ല. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് അതിലേക്ക് നല്ല റീത്ത വെച്ച് കൊടുക്കുക. നാരങ്ങ അച്ചാറങ്ങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. എൻ്റെ ചങ്ങാതി ഒരു പപ്പടം കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കുക. സംഭവം കിളി പറക്കും. സ്മെല്ലടിച്ചിട്ട് പുതിയ ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ തിന്നുന്ന കാര്യമല്ല, ആ ചിക്കനൊക്കെ പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എതള പോലെ വരുന്ന, റൈസൊക്കെ പഞ്ഞി പോലെ ഇരിക്കുന്ന കേട്ടോ. കറക്റ്റ് സംഭവം കേട്ടോ. നിങ്ങളൊന്നും നോക്കണ്ട, വീട്ടിലുണ്ടാക്കി തകർത്ത് പൊളിച്ചടിക്കും. ഒരു രക്ഷയില്ല, വേറെ ലെവലാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വാരി വിതറാനും മറക്കരുത്. യൂട്യൂബിലും കയറി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. കിഡ്ലാസ്റ്റി ബിരിയാണികളും കിടക്കാച്ചി ഫുഡുകളുടെ റെസിപ്പിയൊക്കെ കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് തകർത്ത് പിടിച്ചു എൻ്റെ